ടിക്ടോക്ക് ആയിരുന്നു ആ സമയത്ത് ഏറ്റവും വൈറൽ. അപ്പം നമ്മളായിരുന്നു ഒഫീഷ്യൽ ടിക്ടോക്കിന്റെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഒഫീഷ്യലി നമ്മളായിരുന്നു. ഞാൻ ചോദിച്ചു ചാക്കോച്ചാ ഇതെങ്ങനെ ഇങ്ങനത്തെ അനർഗളമായ ഡയലോഗൊക്കെ പറയുന്നത്? അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു EMI ഒക്കെ അടക്കേണ്ട പോലെ അപ്പൊ പറഞ്ഞു പോകുന്നു. പോകാല്ല ചെല്ല പറന്നു പോ. വീട്ടില് പറയാത്ത ഒരു സീക്രട്ട് ഹാബിറ്റ്. അതായത് വീട്ടുകാരാകണം പറഞ്ഞിട്ടില്ലേ? അയ്യടാ അമ്മടെ പുളുസു. ഞാൻ സൂപ്പറാ, ഞാൻ അടിപൊളിയാണ്, ഒക്കെ ഇടുവാണ്. Banana Talks. Banana Talks. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ് വിത്ത് മീ കാത്തു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, കോവിഡ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് വെബ് സീരീസ് സമ്മാനിച്ച്, പിന്നെ അങ്ങോട്ട് കുറേ നല്ല നല്ല ആക്ടിങ് നമ്മുടെ മുന്നേ കാഴ്ചവെച്ച്, പിന്നെ ഒരു നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു യങ് സ്റ്റാറാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഉണ്ണിലാലു. ഹായ് ചേട്ടാ. താങ്ക് യു. വലിയ ഇൻട്രോ ആണല്ലോ. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ പോകുന്നു? കൊള്ളാം, അടിപൊളി, നല്ല കളറായിട്ടൊക്കെ പോകുന്നുണ്ട്. പുതിയ മൂവീസ് മൊത്തത്തിൽ ബിസി ആണല്ലോ ഇപ്പൊ. ബിസി ആവണല്ലോ. മൊത്തത്തിൽ കുറെ മൂവീസും വെബ് സീരീസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മൂവിയിൽ വന്നതിന് ശേഷം പിന്നെ വെബ് സീരീസിലോട്ടൊന്നും വലിയ ഇല്ല, ഫുള്ള് മൂവിയിലോട്ട് ഫോക്കസ് ആയില്ലേ? ഓക്കെ. അപ്പോ ഈ ഒരു പേര് എനിക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലായിടത്തും പറഞ്ഞു മടുത്തിരിക്കുകയാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, ഈ ഒരു പേരിന് ബാക്ക് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനൊന്നുമില്ല. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു ഉണ്ണി എന്നെ വീട്ടിൽ വിളിക്കുന്നതായിരുന്നു. പിന്നെ നാട്ടിലും വിളിക്കുന്ന പേര് തന്നെയായിരുന്നു ഉണ്ണി എന്നായിരുന്നു. അപ്പം സ്കൂളിൽ ചേർത്താനുള്ളൊരു സമയത്ത് പോയ സമയത്ത് വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ തരാണ്ട് അവിടെയൊക്കെ ടീച്ചേഴ്സൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇവർ പേര് പറഞ്ഞപ്പോൾ ഉണ്ണി എന്നുള്ള പേരൊക്കെ എല്ലാ പിള്ളേരിടുന്ന പേരായതുകൊണ്ട് ഒരു ഗംഭീരമായൊരു പേര് കിട്ടു. വീടിൻ്റെ അപ്പുറത്ത് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് അച്ഛൻ എടുത്തിട്ടു. ആ കുട്ടിയുടെ പേര് സുബിൻ എന്നാണ്. അച്ഛൻ ലാലേട്ട ഫാനാണ് എൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛൻ ലാലും സുബിൻ ലാൽ, അങ്ങനെയാണ് ആ പേരിട്ടു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ണി ബാലസുബ്രഹ്മണ്യൻ എന്ന് കേൾക്കേണ്ടി വന്നേ. അത്രക്കൊന്നുമില്ല, എന്റെ അച്ഛന് കുറച്ച് ബുദ്ധിയുണ്ട്. അങ്ങനെ വിളിച്ച് ഉണ്ണിയും ലാലും മാത്രം വിളിയായി. അപ്പൊ ഈ ഇതില്ല, സുബിൻ കട്ടായി. അങ്ങനെ വിളിച്ച് അവസാനത്ത് ഉണ്ണി ലാലു വിളി അങ്ങനെ വന്നു. എല്ലാം ഉണ്ണി തന്നെയാണോ? വേറെ എന്തെങ്കിലും ഇരട്ട പേരെന്തെങ്കിലും കാണും? വേറെ ഇരട്ട പേരൊന്നും എനിക്കില്ല, ഞാൻ നല്ല കുട്ടിയാ. എന്നാലും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വട്ടപ്പേരോ ഇരട്ടപ്പേരോ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ? ഉണ്ണിയില് ചെറിയ വട്ടപ്പേരുണ്ടാക്കാൻ ഉണ്ണി അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ പേര് കാണും? ഇല്ല, ഞാൻ നല്ല പഠിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള കുട്ടിയായിരുന്നു. കോളേജൊന്നും പങ്കിയാത്ത ഒരാളായിരുന്നു. കോളേജ് കിട്ടിയാറുണ്ട്. പിന്നെ സിനിമ കാണാൻ കുറച്ച് എന്തെങ്കിലും കോളേജിൽ നടന്ന എന്തെങ്കിലും ഒരു ഫണ്ണി മൊമെന്റ്സ് എന്തെങ്കിലും? അങ്ങനെ വലിയ ഫണ്ണി പീരീഡ് ഒന്നും കോളേജിൽ നടന്നില്ല. കാരണം വെച്ചാൽ ഞാൻ കോളേജിൽ സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ഫുൾ കാലിക്കറ്റ് ആണ്. അപ്പം ഞാൻ പഠിക്കാൻ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര ഓർമ്മകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഓക്കെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിനൊക്കെ പോകാറുള്ളൂ. ഞാൻ ബാക്കി പരിപാടിയൊക്കെ ഓരോന്നും ഈ സിനിമ പരിപാടികൾ, അല്ലെങ്കിൽ മറ്റേ ഷോർട്ട് ഫിലിം പരിപാടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡമായിട്ട് മീൻസ് മോസ്റ്റ്ലി നമ്മൾ എക്സാം സമയത്താണ് ഞാൻ ആ കോളേജിൽ സത്യം പറഞ്ഞാൽ പോയത്. അല്ലാതെ അവിടെ വലിയ ഓർമ്മകളൊന്നും ഇല്ല. സ്കൂൾ ടൈമിൽ എങ്ങനെയായിരുന്നു? ഈ ഒരു പാഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ. എന്നാൽ അതിന്റെ ഒരു പീക്ക് മൊമെന്റ് എപ്പോഴായിരുന്നു? അല്ല, പീക്ക് എന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ആദ്യമേ ഇത് അഭിനയിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഒക്കെ ഉണ്ടായി. അപ്പം നമ്മൾ അതിൻ്റെ ചെറുപ്പത്തെ മുതൽ നമുക്ക് ഇപ്പം ആരാവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ നമ്മളുടെ സിനിമ നടനാവണം എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ പറയരുത്. അങ്ങനെ അതിങ്ങനെ ഗ്രാജുവലി നമ്മളിങ്ങനെ വന്ന് പിന്നെ സ്കൂളിലൊക്കെ കൂടുതൽ ആർട്സിനോടായി ഭയങ്കര താല്പര്യം. ഇപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക, മോണാക്ട്, മിമിക്രി ഇല്ല, മോണാക്ട് നാടകം, മിമിക്രി ഇല്ല, അങ്ങനത്തെ പരിപാടിയിലേക്ക് നമ്മൾ കയറി ഇത് ഗ്രാജുവലി വന്ന പരിപാടിയാണ്. അപ്പൊ ഈ പണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് ഒരു സ്റ്റാറായി മാറിയപ്പോ അവര് മുമ്പ് ഞാനൊരു ആക്ടർ ആണെന്ന രീതിയിലാണ് നിൽക്കുന്നതോ? തേങ്ങാ കൊല, അങ്ങനെ നിൽക്കാൻ പറ്റൂല. അങ്ങനെയല്ല, നമ്മളൊക്കെ നോർമൽ. നമ്മളെപ്പോഴും വലിയ സ്റ്റാറൊന്നും നമ്മളായിട്ടില്ല. നമ്മളൊക്കെ എപ്പോഴും ബിഗിനിങ് സ്ട്രഗിൾ ഈ പീരീഡ് തന്നെയാണ്. അതൊന്നും ആയിട്ടില്ല. ഇനിയും നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് ഇനിയും പോകാനുണ്ട് ഒരുപാട്. ഇപ്പം ജസ്റ്റ് നമ്മളാ ഒരു പേസ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതൊന്നും മാറിയിട്ട് നമ്മൾ സിനിമയിലെ കുറച്ചും കൂടി അപ്പം സിനിമക്കാരൻ കൂടി കുറച്ച് നമ്മൾ അറിയാം എന്നുള്ളതിൽ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ പരിപാടി ഉണ്ട്.
എന്നാലും മൂവിയൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി അവർ ഓരോരോ കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അവരെങ്ങനെ അവരുടെ റെസ്പോൺസ് ഫ്രണ്ട്സിന്റെ ഒക്കെ? ഫ്രണ്ട്സ് പിന്നെ മൊത്തത്തിൽ പുച്ഛാണല്ലോ. ഒരു വലിയ എനിക്കറിയാം ചേട്ടന് ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഫ്രണ്ട്സ് ലൈഫിൽ. അപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ? പിന്നെ ഉറപ്പായിട്ടും. കാരണം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി അതൊന്നും കാണില്ല ഇപ്പൊ ഒന്നും. നല്ല പടമാണെങ്കിൽ മാത്രമേ അവന്മാര് പോവുള്ളൂ. അതുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ പോട്ടോ അവര് എല്ലാ പടങ്ങളും കാണും. ഓക്കെ. അപ്പോ ഈ പെൺപിള്ളേരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? പെൺപിള്ളേർ റെസ്പോൺസ്, എനിക്ക് പെൺപിള്ളേർ കുറെ സുഹൃത്തുക്കളുണ്ട്. പൊതുവെ ഗേൾ ഫാൻസ് എങ്ങനെയാ പൊതുവെ? അത് കാണുമല്ലോ ഒബ്വിയസ്ലി. കാട്ടി ഏറ്റവും കൂടുതൽ ഗേൾസ് ആയിരിക്കും. അങ്ങനെ എനിക്ക് ബോയ്സ് കുറെ വിട്ടുതരൂല. പെൺപിള്ളേരുടെ ഒരു ചോക്ലേറ്റ് ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ അങ്ങനൊന്നുമില്ല. പ്രപ്പോസൽ ഇല്ലെന്ന് മാത്രം പറയുന്നത് ഉറപ്പായിട്ട് വരും. അപ്പൊ അതിലെന്തെങ്കിലും ഫണ്ണിയസ്റ്റ് ആയിട്ട് ഇതുവരെ ലൈക്ക് ഓപ്പൺ ചെയ്തിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഫണ്ണിയസ്റ്റ് DM അങ്ങനെ എന്തെങ്കിലും? DMസിലൊക്കെ അങ്ങനെ ഒരു പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. നമുക്ക് മൊത്തം എന്താ പറയാ, അങ്ങനെ എല്ലാം നമ്മളെ ഈ വർക്ക് കണ്ടിട്ട് എല്ലാവരും മെസ്സേജ് അയക്കും, അവർക്ക് ഭയങ്കര ഫാനാന്ന് പറയും. അങ്ങനെ ഒരു ഹാപ്പിനെസ് പരിപാടി നമുക്ക് കിട്ടും. ഇപ്പോൾ ഓരോ വർക്ക്, ഇപ്പം എനിക്കിപ്പോൾ ഓർമ്മ 14 Days of Love എന്നൊരു ഷോർട്ട് ഫിലിമാണ് ഐ തിങ്ക് എൻ്റെ ഏറ്റവും എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ്. ഭയങ്കര രസമുള്ളൊരു ഷോർട്ട് ഫിലിമാണത്. അത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ DMs വന്നത്. അത് ഇവിടുന്നൊക്കെ വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നു, തെലുങ്ക്, കന്നഡ, അതേപോലെ തന്നെ എല്ലായിടത്തും വന്നതാണ്. അപ്പോൾ ആ DMs വായിക്കാൻ ഞാനൊരു 3-4 ദിവസം എടുത്തായിരുന്നു. ഞാൻ എല്ലാം വായിക്കും, എൻ്റെ എല്ലാ മെസ്സേജസും. കാരണം നമുക്ക് കിട്ടുന്ന മറ്റേ ഇഷ്ടമല്ല നമ്മളുള്ള. അപ്പൊ ഞാൻ എല്ലാം ഇരുന്ന് വായിക്കും. അതിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് DMs വന്നിരുന്നത്. അങ്ങനെ എല്ലാവരും വയ്ക്കും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും എല്ലാവരും. കോളേജില് ഒരാളെ പ്രപ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടൊരു അങ്ങനെ ആ കോളേജ് അങ്ങനെ വലിയൊരു കോളേജ് അല്ലായിരുന്നു, ചെറിയൊരു കോളേജായിരുന്നു. മേ ബി വല്ല ഗവൺമെന്റ് കോളേജൊക്കെ ആണെങ്കിൽ പ്രപ്പോസൽ എണ്ണം കൂടിയേനെ. അത് കുഞ്ഞു കോളേജായിരുന്നു. ഞാൻ കുറച്ചേ പോയിട്ടില്ല അവിടെ സത്യം പറഞ്ഞാൽ. പിന്നെ എക്സാംസ് എഴുതാൻ പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞേ ആ സമയത്തൊക്കെ ഞാൻ പാർട്ട് ടൈം ജോലി പരിപാടി അങ്ങനെ സെയിൽസിലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അതൊക്കെ ഉച്ചവരെ കോളേജ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മോസ്റ്റ്ലി പോയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പം ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഈ ഓഡിഷൻസിനൊക്കെ പോകുന്നെന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? ഇല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ കോളേജ് പരിപാടിയിൽ അങ്ങനെ എനിക്കങ്ങനെ അങ്ങനെ വലിയ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ടീച്ചേഴ്സ് ഒന്നായിട്ടല്ല വലിയ കണക്ഷൻ പരിപാടികൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് വെച്ചാൽ അങ്ങനെ ഒരു ഓഡീഷൻ അങ്ങനെ നമ്മൾ ഭയങ്കര സിനിമയ്ക്ക് അങ്ങനെ നടക്കുന്ന അങ്ങനെ ഒന്നും ടീച്ചേഴ്സും, നമ്മൾ ക്ലാസ് പോകുന്നു, അത് കഴിയുന്നു, പോരുന്നു അല്ലാതെ എനിക്ക് അവിടെ വലിയൊരു സ്പേസും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ പുറത്തായിരുന്നു. പിന്നെ എനിക്കൊന്നും +2 സമയത്തൊക്കെ ടീച്ചേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട് എവിടെയാണ് പോയത്. അപ്പം ഞാൻ ഓഡീഷന് പോയെന്ന് കാരണം സ്കൂൾ പരിപാടിയിലൊക്കെ നൈസായിരുന്നു, ബാക്കിയുള്ള നോർമൽ. അപ്പൊ ഈ ജേർണി എങ്ങനെയാണ് ഈ മൂവിയിലോട്ടുള്ള? ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു ഇപ്പൊ നിൽക്കുന്ന ഒരു ഉണ്ണിച്ചേട്ടന് നമ്മൾ കാണുന്ന ഒത്തിരി സ്ട്രഗിൾസിന് ഉണ്ട് ബാക്കിൽ കഥ പറയാനായിട്ട്. എന്തൊക്കെ രീതിയിലുള്ള സ്ട്രഗിൾസ് കൂടെ കടന്നു പോയിട്ടുണ്ട്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കൊണ്ട് ബോറടിപ്പിക്കും. അല്ല, ഒബ്വിയസ്ലി എല്ലാ ആക്ടേഴ്സും ഇപ്പം എന്നെ പോലുള്ള എല്ലാവരും ഇപ്പം നമ്മുടെ ഏജിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന എല്ലാ രീതിയും നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാനും ഫേസ് ചെയ്തുള്ളൂ. കാരണം നമുക്ക് ചാൻസ് കിട്ടാത്ത റിജക്ഷൻസ് പരിപാടി കാരണം ഉണ്ടാവും. അതന്നെ എല്ലാവരും അതൊരു സ്ട്രഗിൾ ഫേസ് ആണ്. അപ്പം നമ്മളതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഈ റിജക്ഷൻസ് പരിപാടി കുറേ കിട്ടുമ്പോൾ നമ്മൾ ആ റിജക്ഷനും കയ്യിൽ വെച്ചിട്ട് തന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. നമ്മളത് തരണം ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നു, അടുത്ത ഓപ്പർച്യൂണിറ്റി പിടിക്കുന്നു, ചിലപ്പോൾ അത് മിസ്സാവും, അപ്പോൾ അടുത്തത് പിടിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി ചെയ്തു. ചെറിയ ചെറിയ റോളുകളാണെങ്കിൽ നമ്മളത് മാക്സിമം ഷോർട്ട് ഫിലിം, ഇപ്പോൾ ഷോർട്ട് വീഡിയോസ്, ഇപ്പം കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, ഇതൊക്കെ ഞാൻ അന്ന് എല്ലാത്തിലും ഞാനൊരു എന്തിനും പോയിട്ട് അഭിനയിക്കായിരുന്നു. അങ്ങനെ ആ സ്റ്റേജ് ഇങ്ങനെ വന്ന് നമ്മൾ പിന്നെ ഇപ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല സിനിമകളൊക്കെ കിട്ടി. അങ്ങനെ പോകുന്നു എല്ലാവർക്കും. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ളവർക്ക് സിനിമയിൽ എത്തിപ്പെടാൻ ഭയങ്കര ഈസിയാ. പക്ഷെ കുറച്ച് നാൾ മുന്നേ വരെ എനിക്കൊന്ന് കോവിഡിന് മുന്നേ ഒക്കെ ഈ ഓഡീഷൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയത് കുറേ
ഇപ്പൊ ഈ റീസെന്റ് ആണ്. ഉം. അപ്പൊ ആ ടൈമിലൊക്കെ ഈ ഓഡീഷൻസിനും ഒക്കെ എങ്ങനെയാ പൊക്കോണ്ടിരുന്നത്? ഈ കാസ്റ്റിംഗ് കോളൊക്കെ വരുമ്പോ എങ്ങനെയാ ലൈക്ക് ആര് ത്രൂ ആ കണക്ട് ചെയ്ത്? അത് സത്യം പറഞ്ഞ ആ സമയത്ത് കാസ്റ്റിംഗ് കൊണ്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കുറേ അങ്ങനെയല്ല, ഞങ്ങൾ കുറേ സിനിമയിൽ ആഗ്രഹിക്കുന്ന കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും. അപ്പോൾ അതിൽ ആരെങ്കിലും ഇടും ഇങ്ങനെ കാസ്റ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബസ് പിടിച്ചൊരു KSRTC പിടിച്ച് നമ്മളിങ്ങനെ കുറച്ച് പേര് 3-4 ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു 1000-1500 ആൾക്കാർ ലൈൻ ഉണ്ടാവും. നമ്മളെ ലൈനിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് കുറേ പേരെ പരിചയപ്പെടുന്നു. അപ്പോൾ അതിൽ ഓരോരുത്തർ സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ബസ് പിടിച്ച് ഇങ്ങനെ എപ്പോഴും എല്ലാവരും അങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ പോലെയായിരുന്നു സ്ഥിരം. അല്ലാതെ ഇന്നത്തെ മാതിരി അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ലല്ലോ സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ ആരും ഫോൺ വിളിച്ചു പറയാം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് സംഭവം. ഇത് വാട്സാപ്പൊക്കെ പിന്നീടല്ലേ വന്നു. ഇത് വാട്സാപ്പിന് മുമ്പും കോളാ. ഇൻസ്റ്റാഗ്രാം ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും active അതെ ആയിട്ട്. അന്ന് എനിക്ക് തോന്നുന്നു വാട്സാപ്പ് പോലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് അത്ര ആക്റ്റീവ് അല്ല. വാട്സാപ്പ് വന്നുള്ളൂ എന്ന് തോന്നുന്നു ആ സമയത്ത്. അതിന് മുമ്പ് നമ്മൾ ഓഡിഷൻ പോകുമ്പോൾ ഫോൺ കോൾസിൽ വിളിച്ചാൽ ഒരു സിനിമയുടെ അങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ട്, പോയി നോക്കാം എന്ന രീതി. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇപ്പം നമ്മളെപ്പോലെ ട്രൈ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വീച്ച് അങ്ങനെ പോകും, അല്ല ഒറ്റയ്ക്ക് പോകും. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഭയങ്കര വലിയ ഫാമിലികളൊന്നുമല്ല, നമ്മളൊരു കുഞ്ഞു മിഡിൽ ക്ലാസ് സാധാരണക്കാരായ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ സപ്പോർട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്കൊരു ഫ്രീഡം തന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു സപ്പോർട്ട് കിട്ടി. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പം അങ്ങനെ കിട്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാള് അവരുടെ പാരന്റ്സിന് ഒത്തിരി എക്സ്പെക്ടേഷൻസ് കാണും. ഒരു ഏജ് കഴിയുമ്പോൾ അവര് അത്യാവശ്യം നല്ല ഒരു ജോബിനൊക്കെ പോയി സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഒരു ജോബൊക്കെ ക്വിറ്റ് ചെയ്ത് സിനിമ എന്നുള്ളൊരു മോഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് തരത്തിലുള്ള സജഷൻസും അത് അങ്ങനെ ചെയ്യണ്ട, ഇത് സേഫ് അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ പ്രതികരിച്ചുകൊണ്ടിരുന്നത്? അല്ല, അതായത് ഒന്നാമത് വീട്ടിൽ നിന്ന് എനിക്കങ്ങനെ പോകണ്ട, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് നീ റിസ്ക് പോകുമ്പം പ്രശ്നമുണ്ട് എന്ന് അങ്ങനെ വീട്ടിൽ നിന്നൊരു പ്രശ്നമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇഷ്ടമുള്ളത് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ അത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു മൊമെൻ്റ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കൊരു ഡ്രീം ഉണ്ടല്ലോ, നമുക്കൊരു പാഷൻ ഉണ്ടല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് തോറ്റു പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് സിനിമ എനിക്ക് ഇവിടെ വീട്ടിൽ കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടൂലല്ലോ. അപ്പം ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനെ റിസ്ക് എടുക്കാൻ മുമ്പ് ആരും അങ്ങനെ വലിയ എനിക്ക് ഇത് വന്നിട്ടില്ല. മീൻസ് പോണ്ട, പണിയാണ്, റിസ്ക്കാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ നാട്ടുകാരാണെങ്കിലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നോട് പറ്റിയ നമ്മുടെ ബൈ സിനിമയിൽ അഭിനയിച്ച എന്ന രീതിയിലാണ് എന്നെ വിട്ടത്. അപ്പൊ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത്? രാത്രിയൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ആഗ്രഹിക്കുന്നൊരു സംഭവങ്ങളുണ്ടല്ലോ, അപ്പം ആ സംഭവങ്ങൾ നമ്മൾ എത്തി എന്ന് നമ്മൾ ആലോചിക്കുമ്പം നമുക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ്. ഇപ്പം നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നും. നമുക്കൊരു ഓക്കെ നമ്മൾ ഈ സ്പേസിൽ നമ്മളെത്തി. ഇപ്പം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറഞ്ഞത് ഇപ്പം 100-99% ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ നമ്മളെത്തി നിൽക്കുമ്പോൾ നമുക്കൊരു വരെ പ്രൗഡ് മൊമെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വളർന്നു വരുന്ന ഈ യങ് ആയിട്ടുള്ള ആൾക്കാരോട് ഇപ്പൊ ഇത്രയും നാളൊരു എക്സ്പീരിയൻസ് വെച്ച് എന്താ പറയാനുള്ള ഒരു മെസ്സേജ്? ഞാനങ്ങനെ മെസ്സേജ് പറയാൻ ആയിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് അല്ല, ഇപ്പോഴത്തെ ഒരു പരിപാടി എന്താ വെച്ചാൽ ഇപ്പം സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി സിമ്പിളാണ്. പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം ഞാനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഓഡീഷൻ ഈ പരിപാടി ഇല്ല. നമ്മൾ ചാൻസ് ചോദിക്കുക, ചാൻസ് ചോദിക്കുമ്പോൾ കിട്ടൂല, എന്തായാലും കിട്ടൂല. ഇതന്നെ ഓഡീഷൻ ആണെങ്കിലും നമ്മൾ പോയി ഓഡീഷൻ നിന്നേ വരെ എനിക്കൊരു ഓഡീഷൻ കിട്ടിയില്ല. പിന്നെ ഓഡീഷൻ അത് മോസ്റ്റ്ലി കിട്ടുന്ന ഓഡീഷൻസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളത് മോസ്റ്റ്ലി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പരിപാടി നമുക്ക് അന്ന് കിട്ടിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഇപ്പം ഞാനാണ് വീഡിയോ ചെയ്തിട്ടാണ് വന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയുടെ ഈ പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളാണ് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് നമ്മളാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. കോവിഡ് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫ്രഷ് കണ്ടന്റ്സ് എനിക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഓരോ വെബ് സീരീസ്. അപ്പൊ അതിന്റെ ഈ സ്റ്റോറിയും ഐഡിയാസ് ഒക്കെ ഏറ്റവും കൂടുതൽ ലൈക്ക് കൊടുത്തതാരാ? അല്ല, നമ്മൾ ടീമായിരുന്നു. നമ്മൾ 4 പേര് ആക്ച്വലി ഒരു കമ്പനി ആയിരുന്നു. എനിക്കൊരു മോസ്റ്റ്ലി എല്ലാവർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തുടങ്ങിയ, അല്ലെങ്കിൽ ഞങ്ങൾ ആക്ച്വലി അതൊരു കമ്പനിയായിരുന്നു. അത് കരിക്ക് പോലത്തെ മറ്റൊരു കമ്പനിയായിരുന്നു നമ്മുടെ കമ്പനി. അന്ന് ഇത്രയും ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രം ഉണ്ട്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്തത് പോർട്രേറ്റ് വീഡിയോസും
കരിക്കൊക്കെ ഫോക്കസ് ചെയ്തത് നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ചാനൽസ്, യൂട്യൂബ് ആയിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബറായിരുന്നില്ല, നമ്മൾ ഓൾറെഡി ആ സമയത്ത് ടിക്ടോക്ക് ആയിരുന്നു. കാരണം ടിക്ടോക്ക് ആയിരുന്നു ആ സമയത്ത് ഏറ്റവും വൈറൽ. അപ്പം നമ്മളായിരുന്നു ഒഫീഷ്യൽ ടിക്ടോക്കിൻ്റെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഒഫീഷ്യലി നമ്മളായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ തന്നെ നമുക്കൊരു ടൈം ഉണ്ടാവും, ഇന്ന സമയത്ത് 1 മണിക്കൂർ നമ്മളെല്ലാ ടീമിനും ഉണ്ടാവും, 2 മണിക്കൂർ ഉണ്ടാവും. അത് ഒരു മണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാനും 1 മണിക്കൂർ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ കണ്ടന്റുകളൊക്കെ എഴുതുക. അപ്പം എൻ്റെ കണ്ടന്റ് മൊത്തം റൊമാൻസ് ആയിരുന്നു, ക്രിഞ്ച് ആയിരുന്നു, കോമഡി ഉണ്ട്, യുനോ. അല്ല അങ്ങനെയല്ല, ഇത് സംഭവം എന്താ വെച്ചാൽ ക്രിഞ്ച് ആയതുകൊണ്ട് തന്നെ ഹിറ്റാവുന്നത്. പിന്നെ കുറച്ച് കെയർ ആയിട്ട് പെട്ടെന്ന് ഫീഡായി ആ ഒരു ക്യാരക്ടർ ആയിരുന്നാലും കൊറേ ക്രിഞ്ച്, ആൾക്കാർക്ക് ക്രിഞ്ച് ആണല്ലോ. പിന്നെ ഞാനെല്ലാം ചെയ്തു, തല്ലുകൊള്ളി, പൂവാലൻ, അടി കിട്ടുന്നവൻ, കള്ളൻ, അങ്ങനത്തെ എല്ലാ പരിപാടി ചെയ്യുമ്പോൾ. എന്റെ ഒരു ഫേവറേറ്റ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ചേട്ടൻ, നെല്ലിമലയും കടന്നു. അത് എടുത്തിറങ്ങിയല്ലേ? കുറച്ച് നാളായി. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. നല്ല രീതിയിലുള്ള സ്റ്റോറി ആയിരുന്നു, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ള സ്റ്റോറി ആയിരുന്നു. അപ്പോ ഈ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോ നാട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോ നാട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? അല്ല, വീഡിയോ സമയത്ത് സീനായിരുന്നു. കാരണം വെച്ചാൽ ഒന്നാമത് ആളുകൾ ഇപ്പം ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ല ആ സമയത്ത്, നമ്മൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അപ്പം നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ 4 പേര്, ഞാൻ ഷാരിഖ് ഖാൻ, സുധിനൊക്കെ, ഞങ്ങൾ 4 പേരുണ്ട്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ നമ്മൾ വന്നിട്ട് ഭയങ്കര, അതായത് ശരിക്കും നമ്മൾ ആ സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. കാരണം ഞാനൊക്കെ ആദ്യം ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് ഓക്കെ. അപ്പം ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അങ്ങനത്തെ ഒരു വരും. അപ്പം ഈ നാട്ടിലാണെങ്കിലും എല്ലാവരും ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പം എല്ലാവരും നമ്മളെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ എവിടെ പോയാലും നമ്മളെ അറിയാം. അല്ല, ഫുൾ ഡെയിലി നമ്മളെ കാണും, എല്ലാവരും ഡെയിലി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ മാതിരി ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയി, ഫോൺ തുറന്നാൽ ഒരുപാട് ആള്. അതായത് നമ്മൾ 4 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല, നമ്മൾ ഈ ടീം മാത്രമേ ഉള്ളൂ, എപ്പം നോക്കിയാലും നമ്മളെ കാണാനുള്ളൂ. അപ്പം അങ്ങനെ ഒരു കിടലൻ, നമ്മൾ മാത്രമുള്ളത്. സത്യം എല്ലാം നമുക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ ഉണ്ടായിരുന്നു, ഇൻസ്റ്റ റീൽസ് ഒന്നും വന്നിട്ടില്ല ആ സമയത്ത്. നമ്മൾ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ ടിക്ടോക്ക് എല്ലാവരും, ടിക്ടോക്ക് ഭയങ്കര, ടിക്ടോക്ക് അതേപോലെ തന്നെ ആ യൂട്യൂബിൽ എല്ലാത്തിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആ സമയം. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഭയങ്കര കളർ ലൈഫ് ആയിരുന്നു, ഭയങ്കര കളറായിരുന്നു. ഈ ഫാഷനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്? ആര്? ഫാഷനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട്? അങ്ങനൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടാ എന്നുള്ളത്. അങ്ങനെ ഫാഷൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആസിഫ് അലി, ദുൽഖർ സൽമാൻ. ഔട്ട്സൈഡ് മലയാളം ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന നടന്മാർ അങ്ങനെ ഫാഷനിലൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ എനിക്ക് ആക്ടേഴ്സിനെ ഇഷ്ടമുണ്ട്. പിന്നെ ആനി എനിക്ക് ഭയങ്കര ലൈക്കുള്ളൊരു ആക്ടറാണ്. ശിവകാർത്തികേയൻ, വിജയ് സേതുപതി, ഞാൻ ഫോക്കസ് ചെയ്യുന്ന. നമ്മുടെ ശ്രീനിഷ് അരവിന്ദനെ പോലെ എവിടേക്കും അല്ല, അത് കേട്ടിട്ടില്ലേ? ഞാനും ഈ ഇടയ്ക്ക് കേട്ടപ്പോൾ ഞാൻ രണ്ടുപേരും ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. കോവിഡ് ടൈമിലൊക്കെ എല്ലാവരും കമന്റ് കേട്ടത്. അപ്പൊ തോന്നിയിട്ടില്ല എന്തെങ്കിലും സാദൃശ്യമുള്ള? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഉണ്ടെന്ന് കുറെ പേര് പറയണം. ഇപ്പൊ ശ്രീനിശേട്ടനാണ് എന്റെ നല്ല ഫ്രണ്ടാണ്. അപ്പൊ ശ്രീനിശേട്ടൻ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ അറിയില്ല, ആരൊക്കെയൊക്കെ തോന്നില്ല, അറിയില്ല ഉണ്ടോ. നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. കാരണം മമ്മൂക്കേനെ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല മമ്മൂക്കേനൊക്കെ നമ്മളെ കാണുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പടം ഹിറ്റായി നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോൾ അപ്പോഴാണ് ആസിക്ക് പറയുന്നത് നമുക്ക് മമ്മൂക്കയുടെ അടുത്ത്. അപ്പം ഞാൻ അങ്ങനെ എവിടെ മമ്മൂക്കയുടെ വീട്ടിൽ പോടാ. അപ്പം ഇങ്ങനെ മമ്മൂക്കയുടെ വീട്ടിലോ? അപ്പോൾ ഓക്കെ, മമ്മൂക്കയുടെ അടുത്ത് പോണു. പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് പേടിയായിരുന്നു. ഞാൻ ബ്ലഷ് ചെയ്തായിരുന്നു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നു. മമ്മൂക്കേനെ അടിപൊളിയായിരുന്നു. മമ്മൂക്കേനെ എനിക്ക് പേടി, മമ്മൂക്കേനെ കണ്ടപ്പോൾ പേടി. അപ്പം മമ്മൂക്കേനെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് തൊട്ടോട്ടെ, ഇങ്ങനെ തൊട്ടോട്ടെ. അതെ ഫുൾ തൊടാനും പറ്റുന്നില്ല ഇങ്ങനെ. ഇറ്റ്സ് നൈസ്. നമ്മളൊക്കെ ഇപ്പം സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ലല്ലോ മമ്മൂക്കേനൊക്കെ നമ്മൾ കാണുന്നുള്ളതൊക്കെ. അത് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവർക്കും സെറ്റിൽ എല്ലാവർക്കും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു എന്നൊക്കെ കേട്ടു. അതെ സെറ്റിലല്ല, അത് സക്സസ് പരിപാടി. രേഖാചിത്രത്തിന്റെ സെറ്റല്ല, സക്സസ് പാർട്ടിക്ക് സക്സസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും വന്ന് കേക്കൊക്കെ തന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അതൊക്കെ പ്രൗഡ് മൊമെന്റ് ആണ്. ഞാൻ 4 ദിവസം ഉറങ്ങില്ല. എന്നിട്ട്
ചാക്കോച്ചനോട് അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രണ്ട് ചോക്ലേറ്റ് ബോയ്സ് അതെ അതെ ആ അതെ അതെ generation, ഈ അതെ generation അതെ കൂടെ അതെ ചാക്കോച്ചൻ പിന്നെ എല്ലാ ജനറേഷനും ഉണ്ട്. ചാക്കോച്ചൻ ഈ അടുത്തൊരു ട്രോളൊന്നിന് എല്ലാവരും കുറെ കാലം നമ്മൾ ചാക്കോച്ചനെ കാണുന്നു. ചാക്കോച്ചൻ എല്ലാ ജനറേഷനിലും യൂത്ത് പിള്ളേരോടും ചാക്കോച്ചനുണ്ട്. അതുകൊണ്ട് ചാക്കോച്ചനോട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ചാക്കോച്ചനെ കണ്ടായിരുന്നു. അടിപൊളിയായി ചാക്കോച്ചൻ. ഇപ്പം എന്താ പറയുക, വർക്ക് ചെയ്യാൻ ഭയങ്കര, ഇപ്പം നമുക്ക് ഡയലോഗ് തെറ്റുമല്ലോ. ഡയലോഗ് തെറ്റുമ്പോൾ ഞാൻ ചാക്കോച്ച സോറി കുഴപ്പമില്ല ചില്ല. പിന്നെ ഞാൻ ഇതിൽ പോലീസ്, ഇപ്പം അറിയാലോ പോലീസ് ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര മറ്റേ ഇങ്ങനെ പറയണം പറ്റും. സാർ ഇന്ന സ്ഥലത്ത് പോയിരുന്നു സാർ, അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങനെയാണ് സാർ, സാർ അവിടെ ഈ ഒരു പോലീസിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇത്രയും കാലം ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങളാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് പടങ്ങളൊക്കെ. അപ്പം നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു മറ്റേ സ്റ്റിഫും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഡയലോഗ് പറയുമ്പോൾ ഇടയ്ക്ക് തെറ്റും. ഞാൻ തെറ്റും. അപ്പം ഞാൻ കുറച്ച് ഒരു മെയിൻ സീനാണ്, പക്ഷെ അത് പടത്തിൽ മനസ്സിലാവുന്നില്ല പറഞ്ഞു ഞാൻ. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടേക്സ് പോയി, റീടേക്ക് പോയപ്പോൾ ഞാൻ അങ്ങനെ അയ്യോ. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ. പക്ഷെ ഞാൻ ചോദിച്ചു ചാക്കോച്ചാ ഇതെങ്ങനെ ഇങ്ങനത്തെ അനർഗളമായ ഡയലോഗൊക്കെ പറയുന്നത്? അപ്പോൾ ചാക്കോച്ചന് പറഞ്ഞു EMI ഒക്കെ അടക്കേണ്ട പോലെ അപ്പം പറഞ്ഞു പോകുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു ചാക്കോച്ചൻ്റെ കൂടെ. ഓക്കെ. അപ്പോ അതിലാ ഒരു കുറെ മൂവീസ് അപ്പം ഈ സെറ്റിൽ വെച്ചൊക്കെ ഒരുപാട് പ്രാവശ്യം ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ തെറ്റും. അപ്പൊ മുന്നേ തലേദിവസമൊക്കെ ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിച്ചാണോ അതോ സ്പോട്ടിലുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരുന്നു? ഡിപ്പെൻസ് ആട്ടോ. അല്ല ആ സെറ്റില് മോസ്റ്റ്ലി നമുക്ക് ആ സമയത്ത് അങ്ങനെ ഡയലോഗുകൾ കിട്ടുന്നത് അല്ല, ചിലപ്പോൾ നമുക്ക് തലേദിവസം കിട്ടും. അങ്ങനല്ല, നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിലെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡയലോഗ് എന്താ പറയുക, നമ്മൾ എനിക്ക് കാണാപ്പാടം പഠിച്ചിട്ട് അങ്ങനെ ഒരു പറയുന്നൊരു പരിപാടി എനിക്ക് ചെയ്തു തുടങ്ങി. ആ സമയത്ത് നമ്മളത് നോക്കി വായിച്ച് എന്നിട്ട് നമ്മളെ രീതിയിൽ റണ്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പോലീസിന് പറ്റൂല. പോലീസിന് കാണാപ്പാടം തന്നെ പഠിക്കണം. അപ്പം ചില സിനിമകൾ നമുക്ക് ആദ്യമേ കിട്ടും. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്ന പടമാണെങ്കിൽ ഇപ്പം രേഖ അല്ലെങ്കിൽ പറന്ന് പോലത്തെ സിനിമകൾ, അല്ലെങ്കിൽ ഫുൾ ലീഡ് ചെയ്യുന്ന പടത്തിലാണെങ്കിൽ മൊത്തമായിട്ടും കിട്ടും നമുക്ക്. അപ്പം പിന്നെ നമുക്കത് പറയാം. നമ്മുടെ പറന്നു പോകാൻ മൂവിയിലെ പോകാല്ല പറന്ന് പോ. അതില് വിഷ്ണു സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ഒരു ഫൈറ്റ് സീനില് ഭയങ്കരമായിട്ട് അടിയൊക്കെ കിട്ടിയെന്ന് കേട്ടു. അടി കിട്ടിയോന്നോ? എന്നോട് എന്റെ വില്യച്ചനൊക്കെ ചോദിച്ചു, എനിക്ക് ഇത്ര അടി കിട്ടി, നീ തിരിച്ചൊരു അടി പോലും കൊടുത്തില്ലല്ലോ. ഞാനത് ജിഷ്ണുവിൻ്റെ ചോദിച്ചായിരുന്നു, നല്ലൊരു ഞാനൊരു നായകനല്ലേ, 2 അടി തിരിച്ചു കൊടുത്തൂടെ? ബേസിക്കലി ഫുൾ പടം കണ്ടിട്ടുണ്ടോ? കണ്ടില്ലല്ലേ? ഓക്കെ. നല്ല അടി കിട്ടിയായിരുന്നു. കാരണം ഇച്ചിരി നല്ല ഭയങ്കര ഒരു ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഇച്ചിരി വലിയ ഫൈറ്റ് ആയിരുന്നു. മോസ്റ്റ്ലി നമ്മൾ അടി കിട്ടി അവസാനമാണ് നമ്മൾ വില്ലനെ കീഴ്പ്പെടുത്തുന്നത്. വില്ലനാണ് സിദ്ധാർത്ഥ് ഭരതൻ. ആ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റണ്ടേ? അപ്പം ഇത്തിരി കൂടുതൽ അടി കിട്ടിയ ഭയങ്കര വൈബാണ്. അയ്യോ സീരിയസോ? സിദ്ധാർത്ഥേട്ടൻ ഈസ് അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം ഞാനീ പറഞ്ഞ മാതിരി ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സീരിയസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളി സീരിയസ് അല്ല. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ പുള്ളി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ ഇട്ടായിരുന്നു. പുള്ളിനെ കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ. അപ്പം എല്ലാവരും ചോദിക്കാം, പുള്ളി ഇത്ര സിമ്പിളാണല്ലേ? ഞാൻ പറഞ്ഞു പുള്ളി ഭയങ്കര പാവമാണ്. പുള്ളി കാണുമ്പോൾ വിചാരിക്കും സീരിയസ് ആണ്. സീരിയസ് അല്ല, ചിൽ മനുഷ്യൻ. ഞാനും നെറ്റ്ഫ്ലിക്സിൽ ഇത് ഇറങ്ങാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് എന്നാ പിന്നെ അത് ഇറങ്ങിട്ടോ? ഏതിലിറങ്ങുമ്പോ? നെറ്റ്ഫ്ലിക്സില്, മനോരമാക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കേ. പിന്നെ ചോദിക്കാത്ത ചോദ്യം. പിന്നെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോൾസ് എന്തൊക്കെയാ? അങ്ങനൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും എനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എനിക്ക് എന്റെ കാലിബർ കാണിക്കാൻ പറ്റിയൊരു റോൾ കിട്ടണം. ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പറയാം, എനിക്ക് കുറച്ച് കൊമേഴ്ഷ്യലി ഇച്ചിരി പാട്ടും ഡാൻസും ഫൈറ്റും കളർഫുൾ പടം, അങ്ങനത്തെ ഒരു ഡ്രാഗൺ പോലത്തെ പടം, ലവ് ടുഡേ പോലത്തെ പടം, റെമോ പോലത്തെ പടം, അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കൂടെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള 3 നായികമാർ? അയ്യോ അല്ല അങ്ങനൊന്നുമില്ല. എനിക്ക് ഇന്ന നായിക നമുക്ക് എല്ലാവരും ക്രഷ് ഒന്നായിരുന്നു. അങ്ങനൊന്നുമില്ല. അല്ല നമ്മളെല്ലാവരോടും സംബന്ധിച്ചോളം എല്ലാ നായകന്മാരോടും അഭിനയിക്കുക എന്നാണ്. നമ്മൾ ഓരോരുത്തരോടും അഭിനയിക്കുക, നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അപ്പം അതേപോലെ അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരോടും ക്രഷോട് പോലെ.
ഓക്കെ, ഏതെങ്കിലും ഒരു മൂവി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര പോസിറ്റീവായിട്ടാണോ ചെയ്തിട്ടുള്ളത്? അതാണ് ഞാൻ ആ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ആ സമയത്ത് നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുക. കാരണം ഓരോ ക്യാരക്ടറിലോട്ടും ഉൾക്കൊണ്ട് വരാനായിട്ട് നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നു. അതിലെനിക്ക് ഇത് രേഖയിലും ഫ്രീഡം ഫൈറ്റും 2 പടം ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരി പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ഇന്നേ വരെ ചെയ്യാത്ത ക്യാരക്ടറാണ് ഫ്രീഡം ഫൈറ്റിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ. ഫ്രീഡം ഫൈറ്റ് കണ്ടിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും, എനിക്കറിയാം. അതിച്ചിരി ജിതിനേഷ് തോമസിൻ്റെ കൂട്ടുകാരനാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അതിച്ചിരി ഞാൻ റൊമാൻസുകൾ ചെയ്ത് റൊമാൻസും ഹ്യൂമറും മാത്രം ചെയ്ത് യൂട്യൂബിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പടം. ആ സമയത്ത് ആർക്കും പറയാമോ ഉണ്ണി ഇത് ചെയ്യോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കും സംശയമുണ്ട്, ഇത് ചെയ്യാൻ പറ്റുമോ. പിന്നെ നമുക്ക് ഇതിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു പരിപാടി പിന്നെ ഡയറക്ടർ സപ്പോർട്ട് എല്ലാം കൂടി ഒരു സംഭവം ചെയ്തു. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഫുള്ളി എൻ്റയർലി അത് എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ചെയ്തത്. പിന്നീട് അത് മനസ്സിലാക്കി പഠിച്ചു, ഡയറക്ടറെ ഡിസ്കസ് ചെയ്തു. അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ രേഖ കണ്ടിരുന്നോ? അപ്പൊ രേഖയിൽ ക്യാരക്ടറിന്റെ പേരെന്താ? ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. രേഖയിൽ അല്ല സോറി രേഖയിലെ നായികയാരാ? അലോഷി ആണോ? ആരാ പറഞ്ഞേ? എനിക്കറിയാം. ആണോ? രേഖയില് വിൻസി അലോഷി, രേഖ ചിത്രത്തില് അനശ്വര. ഓക്കെ, ഞാൻ വിശ്വസിച്ച്. ആ രേഖയിലെ ക്യാരക്ടർ ശരി, അതും കുറച്ചും കൂടി മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. കാരണം ആ ക്യാരക്ടർ കുറേ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതും എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടല്ല. ആ ക്യാരക്ടർ ഇച്ചിരി സീനായിരുന്നു. ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആണെങ്കിലും നമുക്ക് തന്നെ ആ ക്യാരക്ടറിനോടൊരു ദേഷ്യം തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ബിഗ് സ്ക്രീനില് ചേട്ടനെ കണ്ടപ്പോ എന്തായാലും ആദ്യം തോന്നിയത് ഞാൻ തന്നെ കൈയടിച്ചു. വന്നപ്പോ ഞാൻ തന്നെ കൈയടിച്ചു. ഓടില്ലാലോ. നമ്മൾ കുറച്ച് ഇമോഷണലൊക്കെ ആവും. നമുക്ക് ആ ഒരു സംഗതി നമ്മൾ ഇത്രയും കാലം കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. ഓർമ്മയുണ്ടോ ഏത് തിയേറ്ററിൽ പോയാ കണ്ടത്? പിന്നെ ഫസ്റ്റ് മൂവി ഞാൻ തിയേറ്ററിൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ചെറിയ സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ഒരു ഡയലോഗുണ്ട്. അത് തരംഗം എന്ന് പറഞ്ഞ ടോവിനോട് ഒരു പടമുണ്ട്. അപ്പം അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ റോളൊന്നും പറയാനില്ല. ചുമ്മാ 2 സീനിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ പടം ആണ് എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് പടം തരംഗമാണ്. ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്തായാലും അനൗൺസ് ചെയ്തൊരു പടം ഉണ്ടല്ലോ, ലോകയുടെ ഡയറക്ടറാണ്. അങ്ങനെ അതെ, അതിൻ്റെ ഡയറക്ടറെ ഫസ്റ്റ് പടം തരംഗം. അപ്പോൾ അതിലാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ കാണിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര തോന്നുന്നു. എൻ്റെ നാട്ടിൽ കൂട്ടുകാർ ഫ്ലക്സ് ഒക്കെ അടിച്ചു. പിന്നീട് അവർ പടം പോയി കണ്ടപ്പോൾ മനസ്സിലായത് ഇവരിതിൽ മിന്നായം പോലും ഉള്ളല്ലോ. അതിലെ സൈഡിൽ അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞാടാ കുറേ സീൻസ് ഉണ്ടായിരുന്നു. അത് കുറേ ഉണ്ട്, കുറേ സിനിമകളുണ്ട്. കോഴിക്കോടുള്ള എല്ലാ ഓൾമോസ്റ്റ് പടത്തിലും ഞാൻ സൈഡിൽ നിൽക്കുന്ന ക്യാരക്ടറായിട്ട്. അതിൽ കണ്ടത് എനിക്ക് തോന്നുന്നു അമർക്കടത്തോടിയിലാണ് കണ്ടത്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു 7th നോക്കിയാൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ എവിടെയെങ്കിലും കാണും. അത് കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ കുറേ പടങ്ങളുണ്ട്, ലിസ്റ്റ് ഓഫ് പടങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഡയറക്ടറിന്റെ അടുത്തൊക്കെ സംസാരിക്കും, അടുത്ത മൂവിയിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ അതോ മെസ്സേജ് DMs മാത്രമാണോ? ഇല്ല, അന്ന് നമുക്ക് അങ്ങനെ ഒരു ഡയറക്ടർ അടുത്ത് പോയിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇല്ല. ഇന്നത്തെ പോലെയല്ല. അന്ന് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഒന്നാമത് നമുക്ക് പേടിയാണ്. നമുക്ക് നല്ല പേടിയുണ്ടാവും. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാനുള്ളൊരു ധൈര്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അന്ന് നമ്മൾ കൂടുതൽ അസിസ്റ്റൻസ് വരെ ഉണ്ടാവില്ല. അസിസ്റ്റൻസ് ADs ഉണ്ടാവും. പിന്നെ ഈ നമ്മളെ വിളിക്കുന്ന ചേട്ടന്മാർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഇവരോടൊക്കെ സംസാരിക്കുകയുള്ളൂ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പോയി മിണ്ടിയാൽ ചീത്ത പറയുമോ എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ സമയത്ത് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ആരെങ്കിലും കണക്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ ഇല്ലല്ലോ അന്ന്. നമ്മളിപ്പോൾ സിനിമ സെറ്റിൽ പോയി നിൽക്കുക, സിനിമ സെറ്റിലെ ഭക്ഷണം കഴിക്കുക. അപ്പം നമുക്ക് വൈകുന്നേരം വരുമ്പോൾ ഒരു 100-300 രൂപ കിട്ടും. അപ്പം ആ സിനിമയിലാണ് നമ്മൾ സിനിമയിലെത്തി. ഓക്കെ സിനിമയിൽ നമ്മൾ എത്തി. അതൊക്കെ പിന്നെ അവിടെ നിന്ന് കുറേ കൂട്ടുകാരുണ്ടാവും. അവിടെ നിന്ന് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയാം അടുത്ത പടം ഉണ്ടോ, അടുത്ത മറ്റേ പടം ഉണ്ടോ, അങ്ങനെ ആ ഒരു ലൈഫ് വരുന്നത്. അപ്പം അങ്ങനെയായിരുന്നത്. ഈ കോഴിക്കോട് നിന്ന് ഒത്തിരി ലെജൻസ് വന്നൊരു സ്ഥലമാണ് കോഴിക്കോട്. MT വാസുദേവ്, മാമുക്കോയ. അപ്പൊ അവിടെ നിന്നാണ് ചേട്ടനും വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം, ഞാൻ ആ ഒരു നാടിന്റെ പേര് കാക്കണം എന്നുള്ളൊരു ഇത് ബ്രോഡ്കാസ്റ്റ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ കോഴിക്കോട്ടുകാരനായതിൽ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് എവിടെ പോയാലും ആളുകൾ നമ്മളോട്
ഒരു ഇഷ്ടം എന്നുള്ള സാധനം കോഴിക്കോട്ടുകാർക്ക് മൊത്തത്തിലുള്ളതുകൊണ്ട് ആ ഇഷ്ടം എനിക്കും കിട്ടാറുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ അവർ ഇപ്പോൾ നമ്മൾ നാട്ടുകാരാണ്, നമ്മൾ കോഴിക്കോട്ടുകാർ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു നടൻ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര എല്ലാ പരിപാടിക്കും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനും എന്നെ വിളിക്കാറുണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ പോകാറുണ്ട്. ഏത് സ്റ്റേജിലാണ് അവരിങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങിയത്? ഭയങ്കരമായിട്ട് ഒത്തിരി റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി. അതായത് മൊബൈൽ തന്നെ ഷോർട്ട് ഫിലിംസ്, ഷോർട്ട് വീഡിയോസ്, ഈ ഷോർട്ട് വീഡിയോ സമയത്താണ് റെക്കഗ്നൈസ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പം ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു സ്റ്റേജ് വേറെ ഒന്ന്, ഇപ്പോൾ സിനിമാ നടൻ എന്നുള്ള സ്റ്റേജിലേക്ക് മാറി. അപ്പം നമ്മൾ അത് സത്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ രേഖാചിത്രവും ഓഫീസർ ഇറങ്ങിയപ്പോൾ ആ ഒരു വലിയ ചേഞ്ച് വന്നത്. കാരണം ഞാൻ രേഖ ചെയ്തിട്ട് വരെ എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് കിട്ടിയില്ല. ഇനി പിന്നെ അതിൻ്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പടങ്ങൾ ഹിറ്റായാലേ കാര്യമുള്ളൂ. ഹിറ്റ് പടങ്ങളുടെ ഭാഗമാകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ഗുണമുണ്ടാവും, പേഴ്സണലി നമുക്ക് ഗുണമുണ്ടാവും. അങ്ങനെ ഹിറ്റ് പടങ്ങളുടെ ഭാഗമായാലേ കാര്യം ഉണ്ടാവുള്ളൂ. അതിപ്പം ഒന്നുകൂടി മാറി, കുഴപ്പമില്ല. ഈ സെറ്റിൽ വെച്ച് ചിരി നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? അത് എല്ലാ സെറ്റിലും അങ്ങനെ തന്നെയാണ്. എല്ലാ സെറ്റിലും ഇപ്പം റീസെന്റ് ഞാനൊരു പടം ഭയങ്കര ഒരു ഹോംലി ഫീൽ തോന്നിയ ഒരു സെറ്റ് ചെയ്തായിരുന്നു. അതെല്ലാ സെറ്റും നമുക്ക് അങ്ങനെ തന്നെയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു വെച്ചാൽ ഹോംലി ഫീൽ ഒന്നും സെറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ സെറ്റും അടിപൊളിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പം ഇപ്പം റീസെന്റ് ഇപ്പോൾ ഏർപ്പാട് ചെയ്തു, അതൊരു ഭയങ്കര ഹോംലി ഫീൽ. കാരണം വെച്ചാൽ ആ പടം സിംഗിളാണ്, ഒറ്റ ലൊക്കേഷനാണ്, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. അത് കോഴിക്കോടായിരുന്നു. അപ്പം ഞാനും സുധി കോപ്പയാണ്, സുധി ചേട്ടനാണ് ലീഡ്, ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊരു ഹോംലി ഫീൽ ആയിരുന്നു. കാരണം വെച്ചാൽ അവരൊറ്റ വീട്ടിലാണ്, വേറെ ലൊക്കേഷൻ വേറെ എങ്ങോട്ടും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ വരുന്നു, ഡെയിലി വരെ എല്ലാവരും കാണുന്നു, എല്ലാവരും സംസാരിക്കുന്നു. അതൊരു ഹോംലി ഫീൽ പരിപാടിയായിരുന്നു. അവിടെ ഇത് ഏറ്റവും കൂടുതൽ ചിരി പരിപാടി. ഇപ്പം ഞാനും അതിൽ ഹീറോയിൻ ഉണ്ടായി നീന, ഞങ്ങൾ ഭയങ്കര അവിടെ ചില്ലായിരുന്നു, മീൻസ് മൊത്തത്തിൽ അടിപൊളിയായിട്ട്. അപ്പം ചിരിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായിരുന്നു ഹോംലി ഫീൽ തോന്നിയത്. ആസിഫിക്കയുടെ വീഡിയോ എത്ര തവണ പ്ലേ ചെയ്ത് കണ്ടു? ഒത്തിരി തവണ കണ്ടെന്ന് എനിക്കറിയാം. അല്ല, നമുക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ ആസിക്ക. ആസിക്ക അങ്ങനെ പറഞ്ഞതിലും ആ വീഡിയോ അങ്ങനെ വന്നതിലും ഒക്കെ ഭയങ്കര എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, രസമുള്ള. അല്ല, അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് ആസിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അല്ലെങ്കിൽ ആസിക്ക ഇപ്പം ഈ ഗോഡ് ഫാദറില്ലാതെ വന്ന ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ ഒരു ഭയങ്കരമായിട്ട് ആരാധനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളീനെ ഫോളോ അപ്പം നമ്മൾ ഒരു ഇപ്പം ചോദിച്ചാൽ മതി ഇന്ന ആക്ടറോ, പുള്ളി അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പുള്ളീനെ ഭയങ്കര ഫാൻ. ആ സമയത്തല്ല നമ്മൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭയങ്കര ഫാനായിട്ടുള്ള ഒരാൾ നമ്മളെ പറ്റി പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത്ര ചെറുതല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു ആ സമയം. കോഴിക്കോട് എന്ന് പറയുന്നത് ഫുഡിന് പറ്റിയ സ്പോട്ടാണല്ലോ. ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ബിരിയാണി. ആ, പിന്നെ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ കോഴിക്കോടൊക്കെ പ്രത്യേകത ഉണ്ട്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ കോഴിക്കോട് ബിരിയാണിയാണ്. സോറി, ഞങ്ങളത് വിട്ടുതരില്ല. അല്ല, കോഴിക്കോട് ബിരിയാണി. എനിക്ക് ഞാൻ എല്ലാ ഫുഡും കഴിക്കും. ആ, ഫുഡിയാണ് ഞാൻ. ഭക്ഷണം എനിക്ക് ഇല്ല, അതില്ല, അറിയില്ല. അപ്പം ഫുഡെല്ലാം ഇഷ്ടമാണ്, ഞാൻ എല്ലാം കഴിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമൊന്നുമില്ല. നമ്മൾ എല്ലായിടത്തും പോയാലും നമ്മൾ ആ സ്ഥലത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ നോക്കും. എനിക്ക് പറഞ്ഞാൽ പാളാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവസാനം ഫ്രൈഡ് റൈസ് ഒക്കെ എടുത്ത് കഴിയും. പക്ഷേ ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കും. ഡയറ്റ് ഇപ്പം ഞാൻ ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല. ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഡയറ്റ് ആയിരിക്കും. കറക്റ്റായിട്ട് നമ്മൾ ഇന്ന ഭക്ഷണം അത് കഴിക്കും. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ വെച്ചാൽ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡയറ്റ് എടുക്കുക. അപ്പം നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ ബോഡിയിൽ ചേഞ്ചസ് വരും. ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഓക്കെ കൈയൊക്കെ സൈസായി, ചെസ്റ്റൊക്കെ വന്നു, അപ്പോൾ മറ്റേ വേണ്ട ഓക്കെ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്ക് ആ ഒരു നമ്മളെ ബോഡി പോവല്ലോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യും. അങ്ങനത്തെ ഏത് മൂവിയിലായിരുന്നു ഒത്തിരി ട്രാൻസ്ഫോർമേഷന് ഭയങ്കര എഫേർട്ട് ഇട്ടത്? അതായത് അതിപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ആക്ച്വലി നല്ല എഫേർട്ട് ഇട്ടായിരുന്നു. പക്ഷേ ആ പടത്തിൽ അതൊന്നും എഫേർട്ടൊന്നും കാണുന്നില്ല. ഐ മീൻ അതിനകത്തൊരു സീനില്ല. അപ്പം ജിഷ്ണു പറഞ്ഞതിൻ്റെ അടുത്തടാ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ലീൻ മസിലായിരുന്നു. അപ്പം കുറച്ചൊന്ന് ഭയങ്കര മെലിഞ്ഞ് ലീനായിട്ട് മസിൽസൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ലുക്കായിരുന്നു. അപ്പം എന്നോട് പോലീസാണ് പരിപാടി, പോലീസ് ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. ഞാൻ വിചാരിച്ചു വല്ല വർക്കൗട്ട് ചെയ്തോ പുഷപ്പ് അടിക്കുന്നതൊക്കെ ഉണ്ടാവുന്നേ. അവിടെ ഒന്നുമില്ല, ഒരു പാട്ടിൽ ഇന്നർമേനെ ഇട്ടിട്ട് ഫോൺ വിളിക്കുന്ന ഒരു കട്ടിൽ എൻ്റെ കൈ മാത്രം കാണാം. അപ്പോൾ ആ പടത്തിൽ ഞാൻ ആ സമയത്ത് ഞാൻ വേറൊരു പടത്തിന് വേണ്ടിയിട്ട് ഭയങ്കര സൈസ് കയറ്റിയായിരുന്നു, ഭയങ്കര സൈസ് ആയിരുന്നു, ബൾക്കിയായിരുന്നു. അപ്പം അതൊന്ന് ഞാൻ കട്ട് ചെയ്തു, 1.5 മാസം കൊണ്ട് കട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര അൺഹെൽത്തി കട്ടായിരുന്നു, അങ്ങനെയൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് ഫിസിക്ക് വന്നു. പക്ഷെ ദെൻ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ആങ്സൈറ്റി, സ്ലീപ്പിംഗ് ഡിസോർഡർ, അങ്ങനെ കുറേ കാരണം ഞാൻ കുറേ സപ്ലിമെൻറ്റ്സ് എടുത്തായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തായിരുന്നു.
അപ്പോൾ അതിലെനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു. പക്ഷേ അത് മാത്രമല്ല, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബോഡിയല്ലേ, ശരീരമല്ലേ, അതെ അതെ മെറ്റബോളിസം ഒക്കെ മൊത്തത്തിൽ മാറിപ്പോയി. അപ്പോൾ അത് ഇച്ചിരി എഫേർട്ട് എടുത്ത പടമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് ചെയ്തിട്ട് ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഞാൻ ചെയ്ത് നന്നായി എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ ആദ്യം ഇഷ്ടമല്ലാണ്ട് ചെയ്തു. നീ പോയായിരുന്നു, അത് ഈ അടിച്ചാല് എല്ലാവരും നോക്കും. കുറേ ഞാനെല്ലാത്തിനും അടിച്ച് പോണത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ ഉള്ളത് അതെ, ചെയ്യാ exclusive ആയിട്ട്. ചെയ്യേണ്ട, അതായത് ഞാനതാ പറയുന്നത്, ഏതാ പറയുന്നത്, ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയത്, ചെയ്യണ്ടെന്ന് തോന്നിയിട്ട് ചെയ്യണ്ടായിരുന്നു തോന്നി ചെയ്തു. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഞാനത് ചെയ്താൽ നന്നായി എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തും ആകാം. ഒരു മൂവി സെലക്ട് ചെയ്തതാകാം, ഇഷ്ടമല്ലാണ്ട് ഒരു അപ്പം അതുണ്ട്. അയ്യോ അയ്യോ അത് ചെയ്യാൻ നന്നായി തോന്നണല്ലേ. ഇഷ്ടമല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്, പക്ഷെ അതിന്റെ ഔട്ട് വന്നപ്പോ അത് കുറേ സിനിമകളുണ്ട്. ഞാൻ നോ പറഞ്ഞ കുറേ സിനിമകളുണ്ട്. അതിൽ പേരൊന്നും പറയട്ടോ, ആ സിനിമകളുണ്ട്. അപ്പം അത് ഔട്ട് വരുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്ത പടങ്ങൾ, ഞാൻ മണ്ടത്തരം കാണിച്ച പടങ്ങൾ ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് അയ്യോ എന്നിട്ട് ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും ഉണ്ട്. ചില പടങ്ങൾ നമ്മൾ ഓക്കെ രക്ഷപ്പെട്ടു, അല്ലാതെ രണ്ടും ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്. ഓക്കെ. പിന്നെ ഈ മൂവി മാറ്റി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്താ? ലൈക്ക് കാർ, ബൈക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കാർ ഇഷ്ടമാണ്. കാറ് എനിക്ക് താല്പര്യമുണ്ട്. നല്ല നല്ല കാറുകൾ മേടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. എന്നാലും ഇപ്പോ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവം ഏതാ? എനിക്കിപ്പോൾ ബക്കറ്റ് ലിസ്റ്റ് അല്ല, ആഗ്രഹമുണ്ടോ. ബക്കറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ആയില്ലല്ലോ. ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു കിട്ടുന്ന ഒരു BM മേടിക്കുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. എപ്പോഴും നടക്കുന്ന അറിയില്ല. അതെ. ഇനി ഒരുപാട് സിനിമകൾ വരുമ്പോ പക്ഷെ അതിന് വേറെ വഴിയുണ്ട്. വീട്ടിലേക്ക് കാറ് കയറില്ല, 4 സെന്റ് മേടിക്കാണ്ട്. അത് മേടിച്ചിട്ട് എനിക്ക് കാർ കയറ്റാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇത്രയും ഒരു ജേർണിയിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ? പിന്നെ ലൈഫിൽ ആരും വിശ്വസിക്കാൻ പാടില്ല. അത് നമ്മളെല്ലാരും കേൾക്കുന്നതാണല്ലോ. അത് ഇൻഡസ്ട്രിയിലല്ല, ഇൻട്രസ്റ്റ് അല്ല. പഠിച്ചത് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം, ഇത് പിന്നെ എല്ലാവരും പറഞ്ഞത് തന്നെ, ഈ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് പേഴ്സണലി കിട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പം നമ്മൾ പിന്നെ ആരും ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യരുത് എന്ന് മനസ്സിലായി. കാരണം എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് എൻ്റേതല്ല, എല്ലാവരും പ്രശ്നങ്ങൾ. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പം ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. എന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർ നമുക്കത് തിരിയും. അപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ അയ്യോ നമ്മൾ എന്തിനാ പറഞ്ഞേ എന്നുള്ള പ്രശ്നം വരും. അത് ഞാൻ എപ്പോഴും വിചാരിക്കും പറയണ്ട, പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു പോകും. അതൊരു പ്രശ്നമാണ്. അത് ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് മനസ്സിലായത്. ഇനിയെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുകയായിരിക്കും. പഴയ എക്സ് ഒക്കെ ഇപ്പൊ വന്നില്ല. ഞാനത് ആലോചിക്കണം. ഞാൻ വിചാരിച്ചു എന്താ വരാത്ത. ഞാൻ ഒരു കോള ഒരു മെസ്സേജ് കഴിച്ചോടെ. വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? രണ്ട് കൈ നീട്ടി അക്സെപ്റ്റ് ചെയ്യൂ? അതോ കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ പോയായിരുന്നു അക്സെപ്റ്റ് ചെയ്യാ? എങ്ങനെ ഒരാളെ ഉള്ളൂ എക്സ് ആയിട്ട്? പിന്നെ എനിക്കെന്തത് വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ലോയലായിട്ടുള്ളൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്തൊക്കെ. ട്രൂ ലവ് ആയിരുന്നു. അല്ല ഇപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, അച്ഛൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് കഴിയുമ്പോൾ ഒരു മെസ്സേജൊക്കെ വെച്ച് വരും, കൊള്ളാട്ടോ, ഹാർഡ് വർക്കൊക്കെ കൊള്ളായിരുന്നു, ഹാപ്പി ആയിന്നൊക്കെ പറയുമ്പോടെ എന്താ വരാത്തത്. അല്ല വന്നാലും നമ്മൾ സംസാരിക്കാൻ നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ. നമുക്ക് അവിടെ ദേഷ്യമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും സ്നേഹിച്ചല്ലേ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. ഈ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ ഒരു റിഗ്രറ്റ് അടിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ? ഭയങ്കര ക്ലോസ് ആയിട്ട് ഉണ്ട് കുറേ ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഇപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ചില ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്ക് ആവാം. എനിക്ക് കുറച്ച് കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളതാണ്. അപ്പം എല്ലാവരെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സമയം ചിലവഴിക്കുന്നു, അയാൾക്ക് വേണ്ടി പ്രയോറിറ്റി, അങ്ങനെ കുറേ കാര്യമാണ്. ഞാനിപ്പം ചില സമയത്ത് ഞാനിപ്പം എനിക്ക് എന്തൊരു വേടന എൻ്റെ കൂട്ടുകാരെ കടാന്ന് വണ്ടി ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഇനി ഞാൻ വല്ല ട്രെയിനും കയറി പോവും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന മീൻസ്, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഹെൽപ്പല്ല, എനിക്കങ്ങനെ ഒരു ഇഷ്ടമാണ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചില മൊമെൻറ്റിൽ അവർക്ക് നമ്മളത്ര പ്രയോറിറ്റി അല്ലാന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ഇച്ചിരി നല്ല വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവൻ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. ഒന്നുമില്ല, അതൊക്കെ വെറും തോന്നലാ. നെക്സ്റ്റ് ഓണായ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഓണായത് ഓണത്തിന് ഓക്കെ, അതായത് ഇപ്പോൾ ഓണായതല്ല, ഇനിയിപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ സുധിച്ചേട്ടനും ഞാനും കൂടെ അല്ലേ, സുധി കോപ്പയും ഞാനുള്ളൊരു പടം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. അത് എൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. പിന്നെ മീശ എന്ന് പറഞ്ഞ പടമുണ്ട്, അത് വികൃതി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറെ പടമാണ്. അതിൽ ഖത്തർ, ഹക്കീം, അതേപോലെ തന്നെ സുധി കോപ്പ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ നെക്സ്റ്റ് റിലീസ് ഉള്ളത്. പിന്നെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് അൽത്താഫും അനാർക്കലിയും. ഞാനൊക്കെ ഒരു കുഞ്ഞു ക്യാരക്ടർ പരിപാടിയാണ്, ഒരു ക്യാമിയോ പോലത്തെ ഒരു പരിപാടി. പിന്നെ 2-3 പ്രൊജക്ട്സുകൾ നമ്മളിപ്പം അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്, അത് പറയാനായിട്ടില്ല. ഡിസ്കഷൻസും പരിപാടിയൊക്കെ ഇപ്പം പെട്ടെന്ന് അനൗൺസ് ചെയ്യും. അത് അന്യഭാഷയിലോട്ട് പോകാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ആരാൻ ചാൻസ് ഉണ്ട് അപ്പം പോവും. എപ്പം ഇല്ലില്ല, കോള് വന്നിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ഇപ്പം എനിക്ക് ഹിന്ദിയിൽ നിന്നൊക്കെ കോൾ വന്നിരുന്നത്, പക്ഷേ ആ പടം കിട്ടിയില്ല, പാരിച്ച് പോയി. പാരയല്ല, മുക്കാൽ പോയി. അത് വേറെ ഇല്ല, വലിയ ഡയറക്ടറാണ്, വലിയൊരു പടമായിരുന്നു. അപ്പം ആ പടം ഇതേമാതിരി വന്നു, കാസ്റ്റ് കഴിഞ്ഞു. ഞാൻ മുംബൈ പോയിട്ട് ഒരാഴ്ച അവരോട് നിന്നു. നമ്മൾ ഭയങ്കര ചിൽ പരിപാടി. ഹിന്ദി അറിയില്ലെങ്കിലും ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ ക്യാഹുവാക്കെ പറഞ്ഞിടിച്ചു വന്നു, അറിയാവുന്ന ഇംഗ്ലീഷിൽ ഈസും മാസമൊക്കെ ഇട്ട് ഞാൻ സംസാരിച്ചു. മൊത്തത്തിലൊരു ഫാമിലി ഫീലൊക്കെ ആയിരുന്നു. പടം തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ടിക്കറ്റ് ഇട്ടായിരുന്നു, ടിക്കറ്റ് വരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അവിടെ ടിക്കറ്റ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം അത് വിളിച്ചു പറഞ്ഞു, അങ്ങനെ മാറി. റീസൺസ് കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് വിളിക്കണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പടം പോയി. അല്ല, ആദ്യം നമുക്ക് ഈ റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടം, കരച്ചിലൊക്കെ ഉണ്ട്. ഇപ്പോൾ റിജക്ഷൻസിലൊന്നും വലിയ പ്രശ്നമില്ല, കാരണം വരും. നമ്മുടെ ഒരു ഫീൽഡിൽ എന്തൊക്കെ പറഞ്ഞാലും വരും. പക്ഷെ നമ്മളത് പിടിച്ചുകൊണ്ടിരുന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. റിജക്ഷൻ വരുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കണം, അത്രേ ഉള്ളൂ. എന്നാലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഗിവ് അപ്പ് ചെയ്യണം എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഒരുപാട് റിജക്ഷൻസിന് ശേഷം എനിക്ക് ഇത് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ? അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ബേസിക്കലി. അതായത് ഇതിന് നമുക്കിത് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ പിന്നാലെയാണല്ലോ മൊത്തം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിജക്ഷൻ കിട്ടിയാലും പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ ലൈഫ് സ്റ്റോറീസ് നമ്മളെപ്പോഴും മൈൻഡിലുണ്ടാവും. കുറേ ആൾക്കാർ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ മോട്ടിവേഷൻ വീഡിയോ എടുത്ത് കാണും, ഇന്ന ആൾക്കാരെ പറ്റിയ വീഡിയോ ഓക്കെ യെസ് ഓക്കെ. അല്ലെങ്കിൽ ഞാൻ സിനിമ പോയി കാണും, റിജക്ഷൻ വരുമ്പോൾ തിയേറ്ററിൽ സിനിമ കാണും. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും എന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ തോന്നിയിട്ടില്ല നിർത്തിപ്പോണം എന്നുള്ളത്, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില മൊമെൻറ്റിൽ തോന്നും. ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നം വരും. പൈസ ഇല്ലാതാകുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് അതാണ്, പൈസ ഇല്ലാണ്ടാകുമ്പോൾ. അപ്പം പൈസ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദുബായിലോട്ടും പോയാലോ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് തോന്നും. അപ്പോൾ എപ്പോഴാണ് തിരിച്ച് വരാൻ തോന്നുന്നത്? അത് വേണ്ട, എനിക്ക് ഇത് തന്നെ മതി. അതപ്പം തന്നെ തോന്നും, ഒരു 5 മിനിറ്റ് ഞാൻ തോന്നും, 5 മിനിറ്റ് തോന്നും, അയ്യോ അല്ല വേണ്ട ദുബായ് വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അതപ്പം തന്നെ തോന്നും. അങ്ങനെ കുറേ സമയം എടുക്കില്ല. ഈ രേഖാചിത്രത്തിലെ ലുക്ക് ഭയങ്കര ക്ലീൻ ഷേവ് ഒക്കെ വെച്ച് നിൽക്കുന്നത്, ആ ലുക്ക് ഇഷ്ടപ്പെട്ടോ പേഴ്സണലി? അല്ല, പേഴ്സണലി എനിക്കിഷ്ടമായി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ക്ലീൻ ഷേവ് ചെയ്തിട്ട് മീൻസ് കുറവാണ്. എന്നെ മോസ്റ്റ്ലി ആരും കണ്ടിട്ടില്ല. ഈ ഗെറ്റപ്പിലാണ് ഞാൻ മോസ്റ്റ്ലി ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വന്നപ്പം അത് കാരണം വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്തതൊക്കെ. എനിക്ക് മീശി നാടില്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കര ഉണ്ടാവില്ല. അപ്പം എനിക്കത് പഠിച്ചപ്പോൾ ഞാൻ ഈശ്വര അത് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പടം ഇറങ്ങി നേരെ വർക്കായി എല്ലാവരും. അപ്പം എനിക്കൊന്ന് ഫസ്റ്റ് എനിക്കിത് സത്യം പറഞ്ഞാൽ രേഖാചിത്രത്തിൻ്റെ പോർഷൻസ് ഫുള്ള് എനിക്ക് അറിയില്ല പരിപാടി. എൻ്റെ പോർഷൻസ് മാത്രമേ അറിയുള്ളൂ. അപ്പം ഫസ്റ്റ് ഞാൻ നമ്മുടെ ഒരു കോളേജിൽ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ ആസിഫ് അലീനെ കാണുന്നത്. ആസിഖനെ ഫസ്റ്റല്ല, ഷൂട്ടിന് കഴിഞ്ഞിട്ട്. അപ്പം ആസിഖനെ കണ്ടിട്ട് ആസിഖ മൈൻഡ് ചെയ്യില്ല. അല്ല, അത് ആ സമയങ്ങളിൽ അത് വന്നത്. അതാണ് ഫസ്റ്റ് ഡേ ആസിഖനെ ഞാൻ കാണുന്ന സമയം. ഫസ്റ്റ് ഞാൻ ആസിഖനെ കാണുന്ന സമയത്ത് ആസിഖനെ മൈൻഡ് ചെയ്യില്ല. അപ്പം ഞാൻ അങ്ങനെ അയ്യോ. അപ്പം ഞാൻ പുള്ളിയുടെ കൂടെ വരുന്നു. അപ്പം ഞാൻ അനശ്വര എല്ലാവരും ഉണ്ട്, പടത്തിൽ അഭിനയിച്ച മേഘ, ഭാമ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ ഞാനും ഇരിക്കുന്നുണ്ട്. പക്ഷേ ആസിഖ് വലിയ മൈൻഡ് ഒന്നുമില്ല. ആസിഖിനെ നോക്കുന്നു. അപ്പം ഞാൻ ആസിഖിനെ നോക്കുന്നു. അങ്ങനെ ചെയ്യാൻ പിന്നെ ആസിഖ നീ ആടോ പുള്ളിക്ക് മനസ്സിലായില്ല ആക്ച്വലി. കാരണം എന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് ക്ലീൻ ഷേവിൽ. അപ്പോഴാണ് പുള്ളി എന്നോട് ഇങ്ങനെ പറയുന്നടാ ക്ലീൻ ഷേവിൽ നിനക്കൊരു ക്യാരക്ടർ ഭയങ്കര രസമുണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യെസ് ക്ലീൻ ഷേവിൽ. പക്ഷെ പിന്നെ പടം ഇറങ്ങിയപ്പം പിന്നെ മനോജ് ചേട്ടൻ്റെ സെയിം ആ ഒരു ലുക്സ് നമ്മൾ തമ്മിൽ ആ ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മീൻസ് എല്ലാവർക്കും അത് ഭയങ്കര വർക്കായി.
അപ്പം കാര്യം ചെറുപ്പകാലം തമ്മിൽ നമ്മൾ ഈ പുള്ളിയെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊരു ഫീൽ വന്നപ്പോൾ അതെ അതെ. അപ്പം എനിക്ക് ഹാപ്പി. ഈ കോളേജിലോട്ടൊക്കെ പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ചില്ലാണല്ലോ എപ്പോഴും. അല്ല, കോളേജിൽ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ട് കിട്ടും. കാരണം നമ്മൾ ഈ ഷോർട്ട് ഫിലിംസും ഷോർട്ട് വീഡിയോസും ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ അപ്പം നമ്മൾ വരുമ്പം അസിക്ക പറഞ്ഞ പോലെ തന്നെ മറ്റേ പറഞ്ഞല്ലോ ഷോർട്ട് ഫിലിംസ് എന്നല്ല എന്നുള്ള. അപ്പം ആ ഒരു സപ്പോർട്ട് എല്ലാ കോളേജിൽ പോയപ്പോഴും ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ. ഈ സെറ്റിൽ വെച്ച് അനശ്വരമായിട്ടൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? ഞങ്ങളതിന് ആക്ടിങ് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. എന്നാലും സെറ്റിൽ നല്ലതായിരുന്നു. അനശ്വരൊക്കെ സെറ്റിലും നല്ലതായിരുന്നു. നമ്മൾ പ്രൊമോഷൻ പോകുമ്പോഴും അടിപൊളിയായിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര ഹാപ്പി ചില്ലായിരുന്നു. മൂവി ഇറങ്ങിയപ്പോ ആരാ ഫസ്റ്റ് വിളിച്ച് റിവ്യൂ പറഞ്ഞത്? ഫസ്റ്റ് വിളിച്ച് റിവ്യൂ പറഞ്ഞത് ഞാൻ മറന്നു കിട്ടത്. ഒരുപാട് റിവ്യൂ ഒരുപാട് കോൾ വന്നിരുന്നു. എന്നാലും ഭയങ്കര ഹേർട്ടില് പതിഞ്ഞ ഏതെങ്കിലും ഒരു റെസ്പോൺസ് ലൈക്ക് ഭയങ്കര രസമാണ്. ഈ റെസ്പോൺസ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളുടെ വായിന്നത് കേട്ടപ്പോ എന്തെങ്കിലും അങ്ങനെ കുറെ ആളുകള് കുറെ ആൾക്കാർ വിളിച്ചു. ആളെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഒരു ഹീറോ ആയിട്ട് ചെയ്യാനാണോ വില്ലനായിട്ട് ചെയ്യാനാണോ ഇഷ്ടം കൂടുതൽ? രണ്ടും. എന്നാലും ഏറ്റവും കൂടുതൽ ചെയ്യാൻ കംഫർട്ടബിൾ ആയതോ? രണ്ടും കംഫർട്ടാ. എന്റെ പണി അഭിനയല്ലേ. അങ്ങനെയല്ല, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാ? ഈസി ഒന്നുമില്ല, രണ്ടും ടാസ്ക് ആട്ടോ. ഹീറോ ആണെങ്കിലും നമ്മുടെ വില്ലനാണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അതെനിക്ക് ഈസിയാ. അത് നാച്ചുറലി വരാനോ. എനിക്കെന്തോ തോന്നുന്നു പറ, റിയൽ ലൈഫിലുള്ള ഞാനും എങ്ങനെയാണോ? അതായത് ഈ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതൊന്നല്ല. അല്ല, ചിലതൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഞാൻ നമ്മളെ റിയൽ ലൈഫിൽ നിന്ന് എടുത്ത കുറെ സാധനമൊക്കെ തന്നെയാണ് ഷോർട്ട് ഫിലിംസിലൊക്കെ സ്ഥിരം ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ അങ്ങനൊന്നുമില്ല. റിയൽ ലൈഫിൽ എന്തോരം കണ്ടന്റോ. ഞാൻ ഇല്ല, നമ്മൾ കണ്ടന്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മള് അവിടെ നമുക്ക് കുറെ സിനിമകൾ കാണാം, കുറെ നമുക്ക് എന്താ പറയാ പടങ്ങൾ കാണാം, നമുക്ക് എല്ലാം സെർച്ച് ചെയ്യാം, നമുക്ക് അന്യഭാഷ പടങ്ങൾ കാണാം, ഇപ്പോൾ കൊറിയൻ, അങ്ങനെ എല്ലാം നമ്മളെല്ലാം സിനിമകൾ കാണലാണ് മോസ്റ്റ്ലി. പിന്നെ കണ്ടൻസ് കാണും, ഷോർട്ട് ഫിലിംസ് കാണും, ചിലപ്പോൾ പഴയ ഷോർട്ട് ഫിലിമൊക്കെ ഇരുന്ന് കാണും, പഴയ തമിഴ് ഷോർട്ട് ഫിലിംസ് കാണും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കണ്ടൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ നമ്മളതിന് കണ്ടന്റ് എഴുതും എല്ലാവരും. അങ്ങനെയാണ് നമ്മളെ കണ്ടൻസ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി മറ്റേ ആളുകളെ ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഏരിയ ആയിരുന്നു. ഇപ്പം എൻ്റെ ഏരിയ റൊമാൻസും കോമഡി ആയിരുന്നു എൻ്റെ ഏരിയ. അതേപോലെ തന്നെ ഷാരിഖിൻ്റെ വേറൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകളുണ്ടായിരുന്നു. പിന്നെ സോഷ്യലി ആയിട്ടുള്ള സംഭവങ്ങൾ ഒരാൾക്കുണ്ട്. അങ്ങനെ എൻ്റെ ഫണ്ണായിരുന്നു മോസ്റ്റ്ലി എനിക്ക് വന്നത്. ഞാൻ അങ്ങനെയാണ് നമ്മൾ കണ്ടന്റുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചൊരണ്ടാറാ പലതൊന്നും ചൊരണ്ടിരിക്കും. നെക്സ്റ്റ് ഞാൻ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പടപടയുന്ന ആൻസേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ലാസ്റ്റ് ആയിട്ട് ഗൂഗിൾ ചെയ്ത 3 കാര്യങ്ങൾ സത്യം മാത്രമേ പറയുള്ളൂ. വേണമെങ്കിൽ ഫോൺ എടുത്ത് നോക്കിക്കോ. വേണ്ട. ലാസ്റ്റ് ഗൂഗിൾ ചെയ്തത് ഒരു ഫേസ്ബുക്കിൽ ഞാനൊരു കട്ട് കണ്ടു, ഒരു സിനിമയുടെ ഒരു കട്ട് കണ്ടു. അപ്പം അത് കണ്ടപ്പം അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം നവരസ എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ അത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് നെറ്റ്ഫ്ലിക്സിലിരുന്ന് അത് കണ്ടു ഒന്ന്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചുമ്മാ ഇരുന്നപ്പം നോക്കിയത് ബെസ്റ്റ് 2020 ബെസ്റ്റ് പടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. പിന്നെ എൻ്റെ വിക്കിപീഡിയ നോക്കി. എൻ്റെ വിക്കിപീഡിയ തുറന്നു കുണ്ടിയിലാലും എന്തൊക്കെയാണ് വന്നതെന്ന് ഇതൊക്കെയാണ് ഞാൻ നോക്കിയത്. ഒരു ദിവസം ഒരു ഇത് കിട്ടി, മമ്മൂക്കയുടെ ബോഡി കിട്ടുകയാണ്. ഓക്കെ, സോ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം? മമ്മൂക്കയായിട്ട് മാറി ഒരു ദിവസം, അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം? അയ്യോ, മമ്മൂക്കയെ മാറി ഞാൻ എന്ത് ചെയ്യാനാ? മമ്മൂക്കന്റെ കാറൊക്കെ പോയി നോക്കൂ. മമ്മൂക്കന്റെ വീട്ടിൽ കൂടെ നടക്കും ഇങ്ങനെ കുറച്ച് കാറൊക്കെ പോയി നോക്കുക അവിടെ. ഞാൻ ഒരു ദിവസം മമ്മൂക്ക ആയാൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന്. അയ്യോ, എന്ത് ചെയ്യാൻ മമ്മൂക്കയായി കഴിഞ്ഞാൽ? ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ, അപ്പൊ പുള്ളിക്കാരനായി മാറുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പുള്ളിയുടെ വണ്ടി എടുത്ത് ഓടിക്കും. പുള്ളിയുടെ കുറെ ഗ്യാരേജിൽ പോയിട്ട് പുള്ളിയുടെ വണ്ടിയൊക്കെ എടുത്ത് പുള്ളിയുടെ വണ്ടി ദുൽഖറിന്റെ ഗ്യാരേജിൽ പോകും, ദുൽഖറിന്റെ വണ്ടി ഓടിക്കും.
എല്ലാ വണ്ടി എടുത്ത് ഓടിക്കും ഞാൻ. എന്താ അത് ആഗ്രഹമല്ലേ? അല്ലേ? നമ്മൾ കാണാത്ത കാറൊക്കെ ഉണ്ട് അവിടെ. ശരിയാ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, ഒരു ലാംബോർഗിനി. അതെ അതെ അതെ, കൊറേ വണ്ടിയുണ്ട്. അതൊക്കെ എടുത്ത് ഓടിക്കും. ഡ്യൂക്കിനോട് പറയും ചാവിതാ കുറച്ച് വണ്ടി ഓടിക്കട്ടെ. അയ്യോ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെ ഒരു കഥ ഒരു മൂവി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് എന്ത് പേരിടും? അയ്യോ, എന്റെ കഥ അങ്ങനെ പൂവേക്കാനൊന്നുമില്ല. റിയൽ സ്റ്റോറി ഒരു സിനിമയായി മാറിക്കഴിഞ്ഞാൽ എന്ത് പേരായിരിക്കും? അയ്യോ, എന്താണെന്ന് കുഴപ്പമില്ല, പറഞ്ഞോ. എന്ത് പേരിടാറ്? എന്താണെങ്കിലും ദ ലൈഫ് ഓഫ് ഉണ്ണിലാലു അങ്ങനെ ഇടാലോ. അത് വേണം. ലൈഫ് ഓഫ് പൈൻ. ഓക്കെ, സിനിമയിൽ എനിക്ക് ഈ ഒരു ആക്ട്രസുമായിട്ടൊരു സ്ക്രീൻ കിട്ടണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ് ഏത് ലാംഗ്വേജ് ആവാം? ഉർവശി ചേച്ചി. ഓക്കെ, ഉർവശി ചേച്ചീൻ്റെ കൂടെ ഒരു സ്ക്രീനൊക്കെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ള ആരെങ്കിലും ആയിട്ട്? അങ്ങനൊന്നുമില്ല എനിക്ക്, അങ്ങനൊന്നുമില്ല. യങ് ജനറേഷൻ എല്ലാവരും ഓക്കെ, എല്ലാവരും ഓക്കെയാണ്. വീട്ടിൽ പറയാത്ത ഒരു സീക്രട്ട് ഹാബിറ്റ്? എന്നിട്ട് വീട്ടുകാരാകണം പറഞ്ഞിട്ടില്ലേ? അയ്യടാ നമ്മുടെ പുളുസു. ഇപ്പൊ എന്തും പറയാലോ, അങ്ങനെ ഹാബിറ്റ് ആയിട്ട് വീട്ടുകാർക്ക് അറിയുന്ന ഹാബിറ്റ്സ് ഉള്ളു. ഓക്കെ, എൻ്റെ വിയേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കോംബോ. എൻ്റെ വീടായിട്ടുള്ള ഫുഡ് കോംബോ എന്താടാ? അയ്യോ, എൻ്റെ വീടായിട്ടുള്ള ഫുഡ് കോംബോ എന്താ? അങ്ങനെ വീടായിട്ട് ഫുഡ് കോംബോ ഈ പഴംപൊരിയും ബീഫും പോലെ അത് വീടാണോ? അത് അടിപൊളിയാ. അല്ല, ചിലവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അത്. ഇഷ്ടല്ലേ? അല്ല, ചിലവർക്കൊന്നും ചിലവർക്ക് വർക്കാവില്ല. എനിക്ക് അങ്ങനൊന്നുമില്ല. പുട്ടും മിച്ചറും നല്ലതാണ്. അതൊരു നോർമൽ കോമ്പിനേഷൻ. അത് വീടില്ല, ഞാൻ കഴിക്കുന്നൊക്കെ നല്ല. എന്ത് ചെയ്യാൻ വീടാണെങ്കിൽ ഞാൻ അത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളൂലെന്ന് എനിക്ക് തോന്നണ്ടേ? എല്ലാം വർക്കാ, ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, പിന്നെ ഉള്ളത്, ഒരു ദിവസം എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കാർ ഓടിക്കാൻ കിട്ടിയാൽ ഞാനത് ഏത് കാറായിരിക്കും ഞാൻ ഓടിക്കുന്നത്? ഒരു ദിവസം ഫുള്ളും ആ ഒരു കാറ് കിട്ടുകയാണ്, ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ചൂസ് ചെയ്യുന്ന കാർ കുറേ കാറുണ്ടല്ലോ. BMW ആണല്ലേ ഒത്തിരി ഇഷ്ടം? BMW എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. BMW അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഫാൻ ഗേളോ ഫാൻ ബോയോ കേട്ടിട്ട് ഒരു BMW വാങ്ങി തന്നാവും. ആഗ്രഹമുണ്ടോ അതൊക്കെ? ഓക്കെ, അടുത്തത്, ഞാൻ അന്യഭാഷയിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റോൾ ഏതാ? അന്യഭാഷ മലയാളം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതിലും വില്ലനായിട്ടാണോ അതോ? അവിടെ പോയി അവർ ഏത് റോള് എന്ന് അറിയണ്ടേ? ഞാൻ പോയിട്ട് റോള് വെച്ച് കിട്ടുന്നല്ലോ. അല്ല, അവിടെ പോയിട്ട് നമുക്ക് എന്തും ചെയ്യാം, എന്ത് റോള് കിട്ടിയാലും ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എന്ത് റോള് കിട്ടിയാലും നമ്മൾ. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാ നോക്കുന്നത്? സ്ക്രിപ്റ്റ് വായിച്ചു നോക്കും. ഒരു ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നോക്കും? അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പം നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുക. എനിക്കിട്ട് ഈ ക്യാരക്ടർ ഞാൻ എടുത്ത പുള്ളി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്ത വർക്കാവോ എന്നുള്ള ആദ്യം നോക്കും. എന്നിട്ടേ ഞാൻ പിടിക്കാറുള്ളൂ. ഇപ്പം ചിലപ്പം നമ്മുടെ ഇതിന് പറ്റാത്തൊരു ക്യാരക്ടർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മണ്ടത്തരാവും. അപ്പോൾ അത് കാണാനും ഭയങ്കര മോശമായിരിക്കും. അപ്പം ഞാനത് എന്നെക്കൊണ്ട് പറ്റുമോ ആദ്യം നോക്കും. പിന്നെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ എങ്ങനെയുണ്ട്, കഥ എങ്ങനെയുണ്ട്, പരിപാടികൾ എങ്ങനെയുണ്ടെന്ന് നോക്കും. പിന്നെ ക്രൂ എങ്ങനെയുണ്ട്, ടീം എങ്ങനെയുണ്ടെന്ന് നോക്കും. ഇതൊക്കെയാണ് നോക്കും. ഓക്കെ, 3 words that describe me. എന്നെയോ? ഞാൻ സൂപ്പറാ. ഇനി വേണോ? ഞാൻ പൊളിയാണ്, ഞാൻ അടിപൊളിയാണ്, ഒക്കെ ഇടുവാണ്, കഴിഞ്ഞില്ലേ? ഓക്കെ, ഒരു ഫാൻ ഗേൾ വന്ന് ഡേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം ലൈക്ക് പോവോ അതോ റിജക്ട് ചെയ്യുമോ? അതോ അങ്ങനെ ഡിപ്പെൻസ്, അങ്ങനൊന്നുമില്ലല്ലോ. അല്ല, ഡിപ്പെൻസ് അല്ല, യെസ് ഓർ നോ എന്ന് കേട്ടാ മതി. അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാ? ഒരു ഫാൻ ഗേൾ വന്നിട്ട് പറയാണ്, ചേട്ടാ എനിക്കൊരു ഡേറ്റിന്, അങ്ങനെ പോവില്ല. നോ നോ, സ്ട്രിക്റ്റ് ആയിട്ട് പറയല്ലേ? നോ, അങ്ങനെ വെറുതെ ചോദിച്ചാൽ നോ നോ. ഓക്കെ, എപ്പോഴും പുറത്തു പോകുമ്പോൾ ക്യാരി ചെയ്യുന്ന 3 കാര്യങ്ങൾ: സൺഗ്ലാസ്, പിന്നെ പെർഫ്യൂം, പിന്നെ മൊബൈൽ ഫോൺ. സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്ത ഒരു സെലിബ്രിറ്റി? സ്റ്റോക്ക് ചെയ്ത സെലിബ്രിറ്റി
ഞാൻ കുറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്, അതാണ് പ്രശ്നം. ഒരാളെ പേര് ലാസ്റ്റ് റീസെന്റ് സ്റ്റോക്ക് ചെയ്ത റീസെന്റ് ഞാൻ സ്റ്റോക്ക് ചെയ്താരാ റീസെന്റ് സ്റ്റോക്ക് ചെയ്തത് നാനി. ഞാനിത് ഭയങ്കര ഇഷ്ടമല്ലേ. ഇഷ്ടമാണല്ലേ സ്റ്റോക്ക് ചെയ്ത്. ഞാൻ എന്തോ ഒരു കട്ട് കണ്ടപ്പോൾ, അല്ല എന്തോ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയ പ്രൊഫൈലുണ്ടോ അങ്ങനെ നോക്കിയായിരുന്നു. അടുത്തത് എനിക്ക് പേടിയുള്ളൊരു കാര്യം. എന്താ? അയ്യോ എനിക്ക് പേടിയുള്ള കാര്യം അങ്ങനെ എനിക്ക് പേടിയുള്ള കാര്യം എനിക്ക് കുറേ പേടികളുണ്ടല്ലോ. എന്ത് പേടി പറയാ? എന്നാലും ഒരു ഫോബിയ പോലെ ഹൈറ്റ് പേടിയാ. ഹൈറ്റ് പേടിയ അത് മാത്രമേ ഉള്ളൂ. പാമ്പ്, പാമ്പിനൊക്കെ നല്ല പേടിയാ. പിന്നെ പാമ്പിന് പേടില്ല താഴെ. ഓക്കെ. എൻ്റെ ഫസ്റ്റ് പേ ചെക്ക് എമൗണ്ട് എത്രയായിരുന്നു? ചെക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഒന്ന് ഫസ്റ്റ് കിട്ടിയത് 300 രൂപ. അത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അതല്ലേ സിനിമയല്ലേ ചോദിച്ചേ? സിനിമയിൽ 300 രൂപ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. ചേട്ടൻ്റെ ഒരു മൂഡ് ഒറ്റൊരു സൗണ്ടിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? എങ്ങനെ? ചേട്ടൻ എന്നുള്ള ഒരാളെ ഒരു സൗണ്ട് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ചോദ്യം പോയല്ലോ. എന്തും പറയാം. ചേട്ടന് സ്വന്തമായിട്ട് ആലോചിക്കുമ്പോൾ ഒരു പെക്യുലർ സൗണ്ട്. പൂച്ചയുടെ മ്യാവാണോ? എനിക്കറിയില്ല എന്ത് സംഭവിക്കും, മനസ്സിലായത്. അതായത് ചിരി സ്മൈൽ ചിരി. റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൊരു മൂവി. റിപ്പീറ്റഡ് ആയിട്ടുണ്ടോ? തട്ടത്തിൻ മറയത്ത്. എന്താ? ആ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഒരു 5 വട്ടം ഞാൻ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. നല്ല രസമല്ലേ? അപ്പൊ അതില് വിനോദിനെ പോലെയൊക്കെ ആവാൻ. അതെ, ഉറപ്പായിട്ടും. എന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല, എനിക്ക് മനസ്സിലായി. അതിലത്തെ കുറെ ഡയലോഗുകൾ ഞാൻ എന്റെ ഷോർട്ട് ഫിലിമിലൊക്കെ അടിച്ചു മാറ്റിയിട്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മെയിൻ ഡയലോഗ്. എല്ലാ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞാൻ തന്നെ. ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു DM സോഷ്യൽ മീഡിയ കിട്ടിയിട്ടുള്ളത്? ഫണ്ണി ആയിട്ടുള്ള DM അയ്യോ ഞാൻ അയച്ച DM ഉണ്ട് എൻ്റെ അമ്മോ. അതെനിക്ക് ഫണ്ണി ആയിട്ട് ഇഷ്ടം പോലെ. ഞാനിപ്പോ എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോ എന്നെ ക്രിഞ്ചാന്ന് അറിയൂ. ഫേസ്ബുക്കിലൊക്കെ ഞാനൊക്കെ മെസ്സേജ് ഒക്കെ ചിലത് ഫേസ്ബുക്കിലുള്ള പഴയത് അൺസെൻഡ് ചെയ്യാൻ പറ്റൂല. ഇൻസ്റ്റാഗ്രാമില് അതുണ്ട്. ചിലപ്പോൾ നമ്മള് ഞാൻ ചില ആളുകളോട് അഭിനയിച്ചിട്ടുണ്ടാവല്ലോ, അപ്പം ഇവരെ നോക്കുമ്പോൾ ഇവരുടെ ടീമിൽ ഞാൻ മെസ്സേജ് ഉണ്ടാവില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യും. ക്രിഞ്ചാവുമല്ലോ. പിന്നെ ഫോണിൽ എപ്പോഴും ഉള്ളൊരു ആപ്ലിക്കേഷൻ, ഡിലീറ്റ് ചെയ്യാറേ ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ? ഇൻസ്റ്റാഗ്രാം. വേറൊന്നുമില്ല? സോഷ്യൽ മീഡിയ അല്ലാണ്ട് ആപ്സ് സോഷ്യൽ മീഡിയ അല്ലാണ്ട് ഇൻസ്റ്റ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാത്തത് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ഒന്ന് ആമസോൺ പ്രൈം. എപ്പോഴും സിനിമ കണ്ടോണ്ടിരിക്കാൻ വേറെ പരിപാടി സിനിമ പണി. സോ ചേട്ടാ, ഇനിയും ഒത്തിരി നല്ല ഫിലിംസ് നമുക്ക് കാണാൻ പറ്റട്ടെ എന്നും ചേട്ടന് ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന മൂവീസ് എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുകയാണ് ഞാനും ഓഡിയൻസും എല്ലാവരും. സോ ഒത്തിരി താങ്ക്സ് നമ്മുടെ ഈ ഒരു ഷോയിൽ വന്നതിനും ഒരുപാട് അപ്ഡേറ്റ്സും വിശേഷവും ഒക്കെ പറയുന്നതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. കൊള്ളാം.